പുതിയ തലമുറയുടെ നാടുവിടൽ വിദ്യാഭ്യാസ തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് UDF. നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. കേരളം നേരിടുന്ന മഹാവിപത്താണ് യുവതലമുറ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നതെന്ന് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. UDF അധികാരത്തിൽ വന്നാൽ വിദ്യാഭ്യാസ തൊഴിൽ സൗകര്യങ്ങൾ വിപുലീകരിച്ച് യുവാക്കൾക്ക് നാട്ടിൽ തന്നെ ജീവിത സാഹചര്യം ഒരുക്കും. കോൺഗ്രസ് കോഴഞ്ചേരി ചിന്തൻ ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും ദീർഘവീക്ഷണമില്ലായ്മയുമാണ് കേരളത്തിന്റെ ശാപം. പുതിയ തലമുറയ്ക്ക് പഠിക്കാനും ജോലിക്കും സാധ്യതയില്ല. അതാണ് ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കടന്നുപോകുന്നത്. ഇത് നാടിന്റെ ഭാവിയെ അപകടത്തിലാക്കും. LDF സർക്കാർ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ്. ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാതെ പാവപ്പെട്ടവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ്. മഹാരാഷ്ട്രയിൽ നടന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചെയ്തതായി പ്രഖ്യാപിച്ച കണക്കിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് കൂടുതൽ എണ്ണിയത്. ഇത് ജനാധിപത്യ കാലത്തെ അത്ഭുതമാണ്. ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകൾ അധികം എണ്ണാൻ കിട്ടിയെന്ന് പറയാൻ ഇലക്ഷൻ കമ്മീഷനും രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ബാധ്യതയുണ്ടെന്നും ചിന്തൻ ശിബിരത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ് ഏറ്റവും കൂടുതൽ വികസനം അടുത്ത കാലത്ത് നടന്നത്. കൊച്ചി മെട്രോ, വിഴിഞ്ഞം പദ്ധതി, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്ന കാലഘട്ടത്തിലാണ്. ഇന്ന് ഏതെങ്കിലും ഒരു വികസനം നടത്തിയതായി കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ ഇടതുമുന്നണിക്ക് പറയാൻ കഴിയുമോ? അടിമുടി അഴിമതിയാണ് ഈ സർക്കാർ. എല്ലാത്തിനും അഴിമതി കാണിച്ചുകൊണ്ട് പാർട്ടിക്കാരുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാത്രം നാട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. എത്രയാണ് ഇവർക്കെതിരായി അഴിമതി ആരോപണങ്ങൾ വന്നത്? ഈ ആരോപണങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ആന്റണി MP, DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, ജോർജ് മാമൻ കൊണ്ടൂർ, അനിൽ ബോസ്, ജെറി മാത്യു സാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.